ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓണം എക്സാമിന്റെ ഡേറ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഏതാണ്ട് ഓഗസ്റ്റ് 20 ആകുമ്പോഴത്തേക്കൊക്കെ ഓണം എക്സാം വരുന്നതാണ് ഇപ്പം എനിക്കറിയാൻ സാധിച്ചത് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഓഗസ്റ്റ് 20. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു വൺ ഷോട്ട് സീരീസ് കൃത്യമായിട്ട് ഓഗസ്റ്റ് ഒരു 3-ാം തീയതി ആകുമ്പോൾ ഈ വൺ ഷോട്ട് സീരീസ് കഴിയും. ഓഗസ്റ്റ് 3-ന് വൺ ഷോട്ട്, എല്ലാ ചാപ്റ്ററിൻ്റെയും വൺ ഷോട്ട്, എല്ലാ സബ്ജക്ട് എല്ലാ ചാപ്റ്റർ വൺ ഷോട്ട് എൻഡ് ആവും. ഓക്കെ, ഓഗസ്റ്റ് ഒരു 3-ാം തീയതി 4-ാം തീയതി ഓക്കെ, ഏതാണ്ട് ആ ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ വൺ ഷോട്ട് സീരീസ് അവിടെ എൻഡ് ആവും. വൺ ഷോട്ട് സീരീസ് എൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്ലാൻ എന്താണെന്ന് അറിയാലോ, റിവിഷൻ ആണ്. സോ ഇത്രയും ചാപ്റ്ററിന്റെ സ്ട്രോങ് ആയിട്ടുള്ള റിവിഷൻ ആണ് പിന്നെ അടുത്ത ഒരു വീക്കിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു റിവിഷൻ ആണ്. ഓക്കെ, സോ ആ റിവിഷനും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഓണം എക്സാമിന് പോകുന്നത്. സോ പെർഫെക്റ്റ് പ്ലാനിൽ വളരെ ടൈമിലാണ്, വളരെ കറക്റ്റ് ടൈമിലാണ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് പെർഫെക്റ്റ് പ്ലാനിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുക, എല്ലാ ലൈവിലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുക. എന്തായാലും ഓണം എക്സാമിന് ക്ലാസ്സിലുള്ള ഏത് കുട്ടികളെക്കാൾ വിട്ടു നിൽക്കുന്ന ഒരു മികച്ച മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ബാക്കി അതിൻ്റെ നിങ്ങൾ ഈ ലൈവിൽ ഇരുന്നതിൻ്റെ ഒരു ഗുണം എന്തായാലും നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ ആൻസർ പേപ്പർ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ആവും.